പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു തമാശക്കഥ കേൾക്കൂ. മമ്മൂട്ടിയുടെ ദോശക്കട. മോനെ, എടാ കൊച്ചേ, മമ്മൂട്ടിയുടെ കാര്യം വലിയ കഷ്ടമല്ലേ? അപ്പാപ്പൻ കൊച്ചുമോനോട് ചോദിച്ചു. അതെന്നാ അപ്പാപ്പ അങ്ങനെ ചോദിച്ചേ? അല്ല, പുള്ളിയുടെ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ പോവാന്ന് കേട്ടു. അതാണോ? മമ്മൂട്ടി സാറിൻ്റെ വീട് ടൂറിസം വളർത്താൻ വേണ്ടിയാണ് വാടകയ്ക്ക് കൊടുക്കണേ. വലിയ വാടകയ്ക്കാണ് കൊടുക്കുന്നത്, ചുമ്മാ വാടകയ്ക്ക് കൊടുക്കുമൊന്നുമല്ല. അതാണോ അപ്പാപ്പൻ ചോദിച്ചേ? അതൊന്നുമല്ല, ഞാൻ പറയാൻ കാരണമുണ്ട്. ഞാനേ കഴിഞ്ഞ ദിവസം ഹൈറേഞ്ച് പോയില്ലായിരുന്നോ? നമ്മുടെ അമ്മായിയെ കാണാൻ വേണ്ടി. നമ്മുടെ ആ കിഴക്കേ വീട്ടിലെ ആ ചെറുക്കനുണ്ടല്ലോ, ആ ശോശാമ്മയുടെ ഇറക്കനില്ലേ, തങ്കച്ചൻ, അവൻ്റെ വണ്ടിയിലാണ് പോയേ. അവിടെ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു. ചായ കുടിക്കാനും നിന്നില്ല. വരണ വഴിക്ക് അടിവാരത്ത് അവനൊരു ചായക്കടയെ നിർത്തി. ഞാൻ അവിടുന്ന് ഒരു 4 ദോശയും കടുപ്പത്തിലൊരു ചായയും കുടിച്ചു. അവൻ ദോശയോ വേറെ ഏതാണ്ടാ കഴിച്ചു. 120 രൂപ. അപ്പോൾ അവൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. ഞാനിങ്ങ് ഇറങ്ങിപ്പോരാൻ തുടങ്ങുമ്പോൾ മമ്മൂട്ടി ഉറക്കെ പറഞ്ഞ ശബ്ദം കേട്ടു. 120 രൂപ കൊടുക്കാനുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞേട്ടെ. മമ്മൂട്ടിയോ? അത് റെക്കോർഡ് ചെയ്ത ശബ്ദമല്ലേ അപ്പാപ്പ? അല്ല, മമ്മൂട്ടിയുടെ ശബ്ദം സിനിമയെ കേൾക്കണ പോലെ തന്നെ. താങ്കളുടെ ഫോണിൽ നിന്നും 120 രൂപ കിട്ടിയിട്ടുണ്ട്, നന്ദി ഉണ്ടേ എന്നാ പറഞ്ഞ്. നന്ദി ഉണ്ടേ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കുള്ള മമ്മൂട്ടി തന്നെയാണ്. എൻ്റെ പൊന്നപ്പാപ്പ, മമ്മൂട്ടി അവിടെ ഇരുന്ന് പൈസ മേടിച്ച് പറയണമൊന്നും അല്ല അത്. പിന്നെ അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണല്ലേ? അതെങ്ങനെ? പാപ്പൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കേട്ടിട്ടില്ലേ, തീവണ്ടി വരുന്നതിന് മുമ്പായിട്ട് അനൗൺസ് ചെയ്യണത്? അതേപോലെ ഒരു സംഭവമാണ് ഇത്. ഈ പൈസ ഫോണിൽ അയക്കൂലേ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. അയച്ചു കഴിയുമ്പോൾ അത് കിട്ടിയെന്നുള്ളതിന് ഒരു ചെറിയ പെട്ടിയുണ്ട്, അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ ശബ്ദമാണ്. പാപ്പൻ കേട്ടത് മമ്മൂട്ടിയുടെ ശബ്ദമാണെന്ന് മാത്രം. മണ്ടത്തരായിപ്പോയി. വല്ലവരോടും പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ? ഞാൻ ഓർത്തു മമ്മൂട്ടി മാടക്കടയിൽ വന്ന് ദോശ കച്ചവടം ചെയ്ത് അതിൻ്റെ പൈസ മേടിച്ചുകൊണ്ടിരിക്കുമെന്ന്. നിന്നോട് ഞാൻ പറഞ്ഞത് രക്ഷപ്പെട്ടു. വേറെ വല്ലവരോടും പറഞ്ഞെങ്കിൽ നാണക്കേടായന്. അത് കേട്ട് കൊച്ചുമോൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു.